ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലൊരു സംസ്കാരം എടുത്താൽ ആ കേരളത്തിലെ സംസ്കാരത്തിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. കേരളത്തിൻ്റെ ഭരണഘടന മുതൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആളുകളുടെ വാസസ്ഥാനം മുതൽ ഒരു സ്ട്രക്ചർ എല്ലാത്തിനുമുണ്ട്. അത് ഏത് നാട്ടിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്ട്രക്ചറൈസ് ചെയ്ത ഒരു പദ്ധതിയാണ് ഈ ഉപാസന പദ്ധതി. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ രാജാവ് ഭരിച്ചിരുന്നു. ഇന്ന് രാജാവിൻ്റെ സ്ഥാനത്ത് മറ്റ് മന്ത്രിമാരാണ് ഭരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയമായ മന്ത്രിസഭയാണ് ഭരിക്കുന്നത്. അപ്പോൾ അതിൽ രാജാവിൻ്റെ ഭരണകാലത്ത് ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നത് ചക്രവർത്തി എന്നുള്ള ആ ചക്രവർത്തിയുടെ താഴെയാണ് മറ്റ് നാട്ടുരാജാക്കന്മാരോ അല്ലെങ്കിൽ മറ്റു രാജാക്കന്മാരൊക്കെ വരുന്നത്. പിന്നെ സാധാരണ രീതിയിൽ അപ്പോൾ ആ ഒരു സ്ട്രക്ചർ നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ പദവി അലങ്കരിക്കുന്ന ചക്രവർത്തി, അതിന് താഴെ അദ്ദേഹത്തിൻ്റെ മന്ത്രിപദം അലങ്കരിക്കുന്ന ആളുകൾ, അതിന് താഴെ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ, അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ അത് എല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പോൾ അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഉപാസന ചെയ്യാനുള്ള ഒരു പദ്ധതി ഇതിനകത്തുണ്ട്. അത് വളരെ രഹസ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു തന്ത്രത്തെ ആദ്യം തന്നെ ആശ്രയിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും ദേവതമാർ? ഇപ്പോൾ ശ്രീവിദ്യാ പദ്ധതി തന്നെ ഇത്രയും ദേവതമാർ എന്തിനാണ്? ശ്രീവിദ്യ മാത്രം പോരെ? പലരും ചോദിക്കാറുണ്ട്, നേരിട്ട് ശ്രീവിദ്യാ ദീക്ഷ എടുത്താൽ പോരെ? എന്തിനാണ് മറ്റുള്ള ഉപാസന എല്ലാം ചെയ്യുന്നത്? അതിന് ഉത്തരമാണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു മന്ത്രിയെ കാണാൻ പോവാണ്. ആ മന്ത്രിയെ നമുക്ക് ഡയറക്റ്റ് പോയി കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് പെർമിഷൻ വാങ്ങണം. കേട്ടോ, അതിൻ്റെ ഓരോ വാതിലും കടന്ന് ഓരോ സ്ഥലത്തും പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവസാനം നമുക്ക് ആളെ കാണാൻ സാധിക്കൂ. അത് ആരെയായാലും. അപ്പം അങ്ങനെയുള്ള ഓരോ വാതിലുകളാണ് ഈ ഓരോ ദേവതമാർ എന്ന് പറയാം.